ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടൊരു വ്ളോഗൊന്നും അല്ല, ഒരു വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നൊരു ചേച്ചി വന്നു. ഹെയർ സെറ്റ് ചെയ്തപ്പം സമയം 11 മണിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹെയറൊക്കെ സെറ്റ് ചെയ്താലേ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്ത് പോകാനായിട്ട് ഇറങ്ങി. ലിഫ്റ്റിൽ കയറി. സമയം ഒരു 11-11:30 ആവാറായിരുന്നു. വെറുതെ എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു പുറത്തുനിന്ന് വെറുതെ നടന്നൊരു വോക്കൊക്കെ ചെയ്തിട്ട് വരാമെന്ന്. വീക്കെൻഡ് ആയതുകൊണ്ട് ആൾക്കാർ ഇഷ്ടംപോലെ റൂട്ടിൽ കാണുമ്പോൾ പേടിക്കാനൊന്നുമില്ല. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. അന്ന് നല്ല കാറ്റുണ്ടായിരുന്നു. മഴയൊക്കെ പെയ്യും എന്ന് പറഞ്ഞ ഒരു വീക്കായിരുന്നു അത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ് നമ്മുടെ പാർക്കിങ്ങിൽ ഇറങ്ങുമ്പോൾ എപ്പോഴും ഒരു ചെറിയ പേടിയുണ്ട് എനിക്ക്, ബിക്കോസ് അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഒരു കടയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഷവർമ്മ കഴിക്കാൻ തോന്നി. അങ്ങനെ നമ്മൾ ഷവർമ്മ കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ, മൈ ഗോഡ്, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. സമയം 11:30 കഴിഞ്ഞൊന്നും പറയുകയില്ല, അതുപോലെ ആൾക്കാരായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. പിന്നെ നമ്മൾ വീണ്ടും അവിടുന്ന് നടന്ന് വേറൊരു കടയുടെ അടുത്തെത്തി. ഇവിടുത്തെ ഷവർമ്മ എനിക്കിഷ്ടമാണ്. അത് ഞാൻ ആക്ച്വലി അത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടുത്തെ ഷവർമ്മ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ അവിടെ തന്നെ പോയി കഴിക്കാമെന്ന്. സോ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഇരുന്നു. അപ്പം സൈഡിൽ കൂടെ ഒരു പൂച്ച എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് എണീറ്റു. പിന്നെ രണ്ടാമത്തെ റീസൺ, അവിടെ ഒരു ചേട്ടൻ വെള്ളം അടിച്ച് വാള് വെച്ചു ഗൈസ്. അപ്പോൾ എനിക്കവിടെ ഇരിക്കാനേ തോന്നില്ല. പിന്നെ നമ്മളത് പാർസലാക്കി അവിടെ നിന്ന് ഇറങ്ങി. വീണ്ടും നമ്മൾ നടന്ന് എന്നിട്ട് ആ ഒരു ഷവർമ്മ ഞാനെടുത്ത് റോഡിൽ നിന്നങ്ങ് കഴിച്ചു. ബിക്കോസ് എനിക്ക് ഷവർമ്മ കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഇങ്ങനെ കൊതിയായിട്ട് ഞാൻ അവിടെ നിന്നും കഴിച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ വേണമെന്ന് ഫോർമാലിറ്റിക്ക് ചോദിച്ചു, എന്നിട്ട് ഞാൻ കൊടുത്തു. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് നടന്നെത്തിയപ്പോൾ നൈറ്റ് മാർക്കറ്റിൻ്റെ അടുത്തെത്തി. നൈറ്റ് മാർക്കറ്റിന് ഉള്ളിൽ കയറിയില്ല, ബിക്കോസ് അപ്പോഴേക്ക് ഞാൻ ടയേർഡായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് കുറച്ച് ദൂരം നടന്നെത്തി കഴിഞ്ഞപ്പോൾ 12 മണി കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു സ്പൈഡർമാനെ കണ്ടു. പിന്നെ എനിക്കൊരു പ്ലാന്റ് വാങ്ങണമായിരുന്നു, ഒരു മണി പ്ലാന്റ്, തുളസി പ്ലാന്റ് മേടിക്കണമായിരുന്നു. അങ്ങനെ ഒരു ഫ്ലവർ പ്ലാന്റ് ഷോപ്പ് ഓപ്പൺ ആയിരുന്നു ആ സമയത്തും. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ കയറി. അവിടെ കുറേ അക്വേറിയം ഉണ്ട്, ഫിഷസ് ഉണ്ട്, കുറേ പ്ലാന്റ്സ് ഉണ്ട്. ഇത് ADCP മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ്. അങ്ങനെ ഫിഷിൻ്റെ റൊമാൻസൊക്കെ കണ്ടു. അവിടെ നിന്നിട്ട് ഒരു തുളസി പ്ലാന്റ് എടുക്കണമെന്നുണ്ടായിരുന്നു. നോക്കിയപ്പം തുളസി പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ് ആയിരുന്നു. അപ്പം ഞാൻ ആ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ചെറിയ പോട്ടിലേക്ക് ആക്കി തന്നു. അങ്ങനെ അവിടുന്ന് വീണ്ടും ഇറങ്ങി നടന്ന് നിന്നപ്പോൾ വൈഡ് റേഞ്ച്. അപ്പോൾ വിചാരിച്ചൊരു ചായ കുടിച്ചിട്ട് പോയാലോ. അങ്ങനെ വീണ്ടും അവിടെ നിന്നു, ഒരു ചായ വാങ്ങി കുടിച്ചു. അപ്പോഴും കുറേ ആൾക്കാരുണ്ട്. അറൗണ്ട് 12:30 എന്തോ ആയി. സ്റ്റിൽ അത്ര ആൾക്കാരുണ്ടായിരുന്നു. ഈ ഷോപ്പിന് 24/7 ഓപ്പണാണ്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് വീക്കെൻഡൊക്കെ ആഘോഷിച്ച് തിരിച്ച് ഫ്ലാറ്റിലെത്തി ഉറങ്ങാൻ പോവാണ് ഗൈസ്.